എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മളൊക്കെ വീണ്ടും ഗുരുവായൂരെത്തിയെന്ന് വിചാരിക്കാം. വീണ്ടും ഒരു അനുഭവം പറയാൻ പോവാണ്. അതിനു മുമ്പേ പറയട്ടെ, ഒരുപാട് അനുഭവങ്ങൾ അയച്ചു തന്നതൊക്കെ ഉണ്ട്, കയ്യിലുണ്ട്. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വോയിസ് മെസ്സേജ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അയക്കുന്നവർ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക, അല്ലെങ്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയയ്ക്കുക. പിന്നെ നമ്മുടെ ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് വരുന്ന 6 ദിവസം കൂടെ ഒരു ദിവസം ഒരു കൃഷ്ണ വിഗ്രഹം കൊടുക്കുന്നുണ്ട്. നറുക്കിട്ടെടുത്തിട്ട് ഒരാൾക്കാണ് ഓരോ ദിവസവും കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് മാതിരി നമ്മളെല്ലാവരും ഗുരുവായൂരിലെത്താണ്. ഗുരുവായൂരിലെത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അനുഭവം കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഗുരുവായൂരിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. എങ്കിലേ നിങ്ങൾക്ക് അത് അതേ രീതിയിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മളൊക്കെ പാൽപ്പായസത്തിനൊക്കെ ഷീട്ടാക്കാറുണ്ടല്ലേ, എല്ലാത്തിനും ഷീട്ടാക്കാറുണ്ട്. രാവിലെ തൊഴുത് കഴിഞ്ഞ് ആ തിരക്കിൻ്റെ ഇടയിൽ പിന്നീട് ഒരു വരി നിൽക്കലുണ്ട് പാൽപ്പായസത്തിനായിട്ടല്ലേ. പാൽപ്പായസത്തിന് അത് കിട്ടുക പറയുന്നത് ആ ചൂടോടെ കിട്ടുന്ന കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ള ഒരു ഫീലിംഗ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ആണ് ഒരു ചേച്ചി അയച്ചെന്നുള്ളത്. എന്താണ്, സിന്ധു ചേച്ചി എന്നാണ് പേര് പറഞ്ഞത്. എൻ്റെ 1-2 അനുഭവങ്ങൾ ഞാൻ ത്രിമധുരം കുടുംബാംഗങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എൻ്റെ പേര് സിന്ധു, എറണാകുളമാണ് സ്ഥലം. 53 വയസ്സുണ്ട്. ഞാൻ കണ്ണനോട് കൂട്ടായിട്ട് 2 വർഷം തികച്ചായിട്ടില്ല. എന്നാലും ഇടയ്ക്ക് ഓരോ അവസരങ്ങളിൽ എൻ്റെ നാരായണ എന്ന് പറഞ്ഞു പോകുമായിരുന്നു. ഇനി കാര്യം പറയാം. മെയ് ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഗുരുവായൂരിൽ നിർമ്മാല്യം തൊഴുത ശേഷം പിന്നീട് പാൽപ്പായസത്തിന്റെ ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂ തൊട്ട് മുന്നിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീണ്ടു നിൽക്കുകയാണ്. എൻ്റെ മുൻപിൽ ഒരു 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അവളുടെ ബന്ധുക്കളുണ്ട്. അവള് കയ്യിലെ 1/4 കിലോഗ്രാമിന്റെ ടിന്നിൽ നോക്കിയിട്ട് ചോദിച്ചു, ഇത് മതിയാകുമോ പായസത്തിന്? അപ്പോൾ അത് മതിയാകും എന്നാരോ പറഞ്ഞു. അയ്യോ, ഇത്രേ കിട്ടുള്ളൂ എന്ന് വളരെ തൃപ്തിയില്ലാത്തതുപോലെ, ആ പ്രായത്തിലുള്ള കുട്ടിയല്ലേ, അങ്ങനെ ആ തൃപ്തിയില്ലാത്ത പോലെ സങ്കടത്തോടെ പറഞ്ഞു. നമ്മുടെ രാധാറാണിയുടെ ഒക്കെ സങ്കല്പത്തിലാണ് നമ്മൾ അത് കാണേണ്ടത്. അയ്യോ, 10 മിനിറ്റ് തികച്ചും അയ്യോ എന്ന് സംശയമാണ്. 2 സ്ത്രീകള്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 സ്ത്രീകളുടെ അവളുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ പായസമാണ്, ഇത് കുട്ടി വാങ്ങിക്കോളൂ, പായസം വാങ്ങാൻ നിന്നാലേ ഞങ്ങൾക്ക് ട്രെയിന് കിട്ടില്ല എന്ന് പറഞ്ഞു. ചീട്ട് 2 ടിന്നും അവൾക്ക് കൊടുത്തു. അവൾ അവിടെ നിന്ന് പോരാ എന്ന് പറഞ്ഞത് അടുത്തിരുന്ന് ആരെങ്കിലും കേട്ടിരുന്നോ? ഇല്ല, കണ്ണനാണ് കേട്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അവളോട്. അവൾക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. സത്യമല്ലേ, അവൾ നിഷ്കളങ്കമായിട്ട് അവിടെ നിന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവൾക്ക് ഇരട്ടി പായസം കണ്ണൻ കൊടുത്തത്. അല്ലെങ്കിൽ അവളുടെ മുമ്പിലും പുറകിലുമായിട്ട് ധാരാളം പേരുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവൾക്ക് തന്നെ കണ്ണൻ അത് കൊണ്ടുകൊടുക്കാൻ ഇവരോട് പറഞ്ഞു? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മതിയാവോളം കുടിക്കട്ടെ എന്ന് കരുതിയിട്ടല്ലേ ആ പാത്രം സഹിതം കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞത് മതി, നിങ്ങൾ ആ വരിയിൽ നിന്ന് സങ്കല്പിച്ച് നോക്കുക. ആ കുട്ടിയുടെ ഭാവമൊക്കെ നിങ്ങൾ സങ്കല്പിക്കുക, ആ ഒരു സന്തോഷവും പിന്നെ ചെറിയ ഒരു ചമ്മലും ഒക്കെ സങ്കല്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അനുഭവത്തിൻ്റെ ഒരു മാധുര്യം നിങ്ങളിലേക്ക് എത്തും. പിന്നെ അതേമാതിരി തന്നെ ഗുരുവായൂരിൽ തന്നെയാണ് ഈ അമ്മ ഒരനുഭവം പറയുന്നത്. മറ്റൊന്ന്, ഇക്കഴിഞ്ഞ ഏകാദശി തൊഴാൻ വന്നപ്പോഴാണ്. ഏകാദശി എന്താ തിരക്കില്ലേ, ഒന്നും പറയണ്ട. ഏകാദശിക്ക് വന്നവർക്കറിയാം, സെക്യൂരിറ്റികളൊക്കെ പെടുന്ന പാട്. എല്ലാവരും ഭക്തിയോടെയാണ് വരിക, എല്ലാവരും നാമജപത്തിലാണ് വരിക, എല്ലാവർക്കും കാഴ്ചകൾ കാണണം, ഭഗവാനെ കാണണം, എല്ലാ ആഗ്രഹത്തിലാണ്. രാത്രി ഏതാണ്ട് 12 മണിയൊക്കെ ആയി കാണും. ഭഗവാന്റെ തങ്കത്തേര് വരുന്ന സമയം. ക്യൂവിൽ ഒരുപാട് പിറകിലായിട്ടാണ് ഞാൻ. നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, ക്യൂവിൽ ഒരുപാട് പിറകിൽ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. തനിച്ചാണ് വന്നത്, കാൽമുട്ടാണെങ്കിൽ വയ്യ. ഭഗവാനെ, എനിക്ക് നിന്റെ അടുത്ത് കാണാൻ നിവൃത്തിയില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു തിരക്ക് അങ്ങോട്ട് വന്നു. ഞാൻ ഭഗവാന്റെ രഥത്തിന്റെ തൊട്ട് മുന്നിൽ അതാ എത്തിയിരിക്കുന്നു. ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ ബാലൻസ് പോകുന്ന എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഭഗവാനെ കണ്ട് തൊഴാൻ സാധിച്ചു. നിങ്ങൾ സങ്കല്പിക്കുക, ആ തിരക്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ചിലപ്പോൾ എത്തിപ്പെടൂലേ. അങ്ങനെ പിന്നെ തൊഴുതു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ എഴുതിയതിൽ അക്ഷരത്തെറ്റൊക്കെ കണ്ടേക്കാം. വളരെ നാൾ കൂടി എഴുതുന്നത് അതിൻ്റെ അപാകതയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. ഭഗവാനോട് എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് അമ്മ നിർത്തുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മൾ ഗുരുവായൂരിലേക്ക് എത്തുന്ന ആ ഒരു ഫീലിൽ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് പോകാൻ പറ്റാത്തവരുണ്ടാവും, കുറേ കാലം പോയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് പോകും, ഗുരുവായൂരിലൊന്നും എത്താൻ പറ്റാത്തവരുണ്ടാവും. അവരൊക്കെ ഒരു ചിരിയോടെ, ഒരു സന്തോഷത്തോടെ, ഒരു പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഉച്ചയ്ക്ക് കേൾക്കുന്നവരുണ്ടാവും, രാത്രി കേൾക്കുന്നവരുണ്ടാവും, എല്ലാം ആ ഒരു മൈൻഡിലെടുക്കുക, ആ ഒരു സ്പിരിറ്റിൽ, സന്തോഷം കൊണ്ടുതരുന്ന ആ ഒരു സ്പിരിറ്റിലെടുക്കുക. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞതുമാതിരിയൊക്കെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു.
പിന്നെ കൃഷ്ണ വിഗ്രഹവും കൃഷ്ണ ഐറ്റംസൊക്കെ വാങ്ങാനുള്ള ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാം ശുഭമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.